ഡിയർ ഫ്രണ്ട്സ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കൂൾ ഓഫ് സൈക്കോളജിയാണ് പോസിറ്റീവ് സൈക്കോളജി. പോസിറ്റീവ് സൈക്കോളജിയെ പറ്റി വളരെ അടിസ്ഥാനപരമായ ഏതാനും കുഞ്ഞു ചിന്തകൾ നിങ്ങൾക്ക് ഈ ഇൻട്രൊഡക്ടറി ക്ലാസ്സിൽ നൽകാം എന്ന് കരുതുകയാണ്. അപ്പം പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുമ്പോൾ സൈക്കോളജി അതിനു മുമ്പ് നെഗറ്റീവായിരുന്നോ എന്നൊരു ചോദ്യമുണ്ട്. സൈക്കോളജി ഒരിക്കലും ആക്ച്വലി നെഗറ്റീവ് ആയിരുന്നിട്ടില്ല. എൻ്റെ ജീവിതയാത്രയിൽ മുഴുവൻ സൈക്കോളജി പോസിറ്റീവ് തന്നെയായിരുന്നു. പക്ഷേ എങ്കിലും അതിൻ്റെ ഒരു അപ്രോച്ച് നെഗറ്റീവായി പോയി എന്നുള്ളതാണ് വിഷയം. എന്താണെന്ന് വെച്ചാൽ, കാലാകാലങ്ങളിൽ നോർമലായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് എന്താണ് പ്രശ്നം, അവരെ എങ്ങനെ രക്ഷപ്പെടുത്താം, സേവ് ചെയ്യാം എന്നുള്ള മേഖലയിലാണ് സൈക്കോളജി കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ എന്താണ്, സിഗ്മണ്ട് ഫ്രോയിഡ് പഠിക്കുവാണ് ആരെ, ലുനാറ്റിക്സിനെ, മാനസികമായി വിഭ്രാന്തിയുള്ള ആളുകളെ, കുറ്റവാളികളെ, സൈക്കോപാത്തുകളെ ഒക്കെ സ്റ്റഡി ചെയ്യുകയാണ്. അപ്പോൾ എന്താ സ്റ്റഡി ചെയ്യുന്നത്, എന്താണ് ഇവർക്ക് പ്രോബ്ലം കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമല്ല, അവരെ ജീവിതത്തിലോട്ട് കൊണ്ടുവരാനും കൂടെ വേണ്ടിയാണ് സൈക്കോളജിസ്റ്റുകൾ കാലാകാലങ്ങളായിട്ട് പരിശ്രമിച്ചത്. അതുകൊണ്ട് സൈക്കോളജി നെഗറ്റീവ് ആയിരുന്നില്ല, പോസിറ്റീവ് തന്നെയായിരുന്നു. അതായത് സാധാരണയിൽ നിന്ന് വ്യത്യസ്തരായിട്ടുള്ള ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്യുക, അവരുടെ പ്രശ്നങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക, ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് അവരെ സഹായിക്കുക, അവരെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ നാച്ചുറലി സൈക്കോളജിയുടെ പഠനത്തിൻ്റെ സാമ്പിൾ എപ്പോഴും പ്രതിസന്ധികൾ നേരിടുന്നവർ, വെല്ലുവിളികൾ നേരിടുന്നവർ, അബ്നോർമലായിട്ട് ബിഹേവ് ചെയ്യുന്ന കുറ്റവാളികൾ, സൈക്കോപാത്തുകൾ, ഈ റിപ്പർ പോലെയൊക്കെയുള്ള ആളുകളുണ്ടല്ലോ, അങ്ങനെയൊക്കെയുള്ള ആളുകളെ എല്ലാം സ്റ്റഡി ചെയ്യുകയാണ്. അങ്ങനെയാണ് സൈക്കോളജിയുടെ ആദ്യ ഭാഗം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭാവനകളാണ് അവർ പക്ഷേ നൽകിയത്. അബ്നോർമാലിറ്റിയെ പറ്റിയൊക്കെ നല്ല ഐഡിയാസ് കൊണ്ടുവന്നു. അബ്നോർമലായിട്ടുള്ള ബിഹേവിയറിനെ കറക്റ്റ് ചെയ്യാനായിട്ടുള്ള കണ്ടീഷനിങ് മെത്തേഡ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്തു. അങ്ങനെയൊക്കെയുള്ള വളരെ പുരോഗമനപരമായ ഒത്തിരി കാര്യങ്ങൾ കണ്ടുപിടിച്ചു. ഈ അബ്നോർമാലിറ്റിയൊക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ടെസ്റ്റുകൾ, ഡിവൈസസ്, അപ്പാരറ്റസ് ഒക്കെ ഡെവലപ്പ് ചെയ്തു. ഇനി അതിനു മുമ്പുള്ള ഒരു കാലമുണ്ട്. അതിനു മുമ്പുള്ള കാലം എന്താണ്, ശാസ്ത്രം ഡെവലപ്പ് ചെയ്യാത്ത ഒരു കാലം. ഈ ശാസ്ത്രം ഡെവലപ്പ് ചെയ്യാത്ത ഒരു കാലമുണ്ടല്ലോ, അങ്ങനെയൊക്കെയുള്ള കാലങ്ങൾ എന്താണെന്നറിയാമോ, ഈ അബ്നോർമലായിട്ട് ബിഹേവ് ചെയ്യുന്ന ആളുകളുടെ തലയ്ക്കകത്ത് എന്തോ ഭൂതമിരിപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ് തലയോട്ടി പൊട്ടിക്കുക, തലയോട്ടിക്കകത്ത് ഓട്ടയിടുക. അപ്പോൾ ആ ഭൂതം എന്ത് ചെയ്യും, ഇറങ്ങിപ്പോൾ. അങ്ങനെയുള്ള പഴയ ആളുകൾ അവർ ഫ്രാൻറ്റിക്കായിട്ട് അവരുടെ ഐഡിയാസ് വെച്ച് ചെയ്തതാണ് കേട്ടോ, ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി. ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്നറിയാമോ, പണ്ടത്തെ കാലത്തെ തലയോട്ടികളൊക്കെ എക്സ്കവേഷനകത്ത് കിട്ടുമ്പം പല തലയോട്ടികളിലും എന്തുണ്ട്, ഓട്ടകളുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ തലയ്ക്കകത്ത് എന്തോ തെറ്റായിട്ടുള്ള സാധനം ഇരിക്കുന്നു, അത് ഇറങ്ങിപ്പോവാൻ. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പം ഒരു സൈക്കോളജിസ്റ്റ് പറയും എന്താണ്, അങ്ങനൊന്നും ഭൂതപ്രേതാദികൾ അങ്ങനെയൊന്നും ഇല്ല എന്ന് സൈക്കോളജിസ്റ്റുകൾ ഉറപ്പിച്ച് പറയും, ശാസ്ത്രം കൂടുതൽ പഠിക്കുന്നവർ. പക്ഷേ നമുക്കറിയാം ഒരു പോസിറ്റീവ് എനർജിയും ഒരു നെഗറ്റീവ് എനർജിയും ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. കാരണം ചില ദിവസങ്ങളിൽ നമുക്ക് ഭയങ്കര മൂഡായിരിക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഭയങ്കര പോസിറ്റീവ് എനർജി. എന്നാൽ ചില ദിവസങ്ങളിലോ നമുക്കൊന്നും ചെയ്യാൻ തോന്നുന്നില്ല, എല്ലാത്തിനോടും നമുക്കൊരു ഡൗൺ, മടി, നിഷേധാത്മകമായി ഡൗൺ ആവുന്ന അവസ്ഥകളും ജീവിതയാത്രയിൽ നമുക്കുണ്ട്. അതുകൊണ്ട് ഈ പോസിറ്റീവ് എനർജി, നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് ഒരു കഥയൊന്നും അല്ല, അത് നമുക്ക് നമ്മുടെ അനുഭവം തന്നെയാണ്. ചില ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് പോസിറ്റീവായിട്ടുള്ള ഒരു അനുഭവം കിട്ടുക, അപ്പോൾ അവരുടെ ഉള്ളിൽ നിന്ന് അതുവരെ ഉണ്ടായിരുന്ന ആ നെഗറ്റീവ് സാധനം അങ്ങ് പോയി, അവരെന്തായി, പോസിറ്റീവായി. അത് നമുക്ക് തന്നെ നമ്മുടെ അനുഭവമാണ്. പോസിറ്റീവായാൽ സെറട്ടോണിൻ, ഡോപ്പമിൻ, എൻഡോർഫിൻ, ഓക്സിറ്റോസിനൊക്കെ വന്ന് നമ്മളങ്ങ് എന്താവും, ശക്തി കിട്ടും. ഇത് ചെറിയ ഒരു മനസ്സിൻ്റെ വ്യതിയാനം മതി ഭയങ്കരമായ ഹാപ്പിനെസ് ലെവൽ കൂടുകയും കുറയുകയും ചെയ്യാൻ. ചെറിയ മനസ്സിൻ്റെ വ്യതിയാനം മതി. ഫോർ എക്സാമ്പിൾ, നമ്മുടെ അടുത്തിരിക്കുന്ന കുട്ടിക്ക് ഒരു ഫസ്റ്റ് റാങ്ക് കിട്ടി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കാണെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് വേണേൽ നമുക്ക് എന്ത് ചെയ്യാൻ ചിന്തിക്കും, അവൻ ഫസ്റ്റ് റാങ്ക്, അവൻ നല്ലവൻ, അവൻ എൻ്റെ ശത്രു എന്ന് ചിന്തിക്കാം. നേരെ മറിച്ച് വേറൊരു രീതിയിൽ ചിന്തിക്കുകയാണെന്നുണ്ടല്ലോ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന് ഫസ്റ്റ് റാങ്ക് കിട്ടി, ഇനിയിപ്പോൾ അവൻ്റെ കൂടെ കൂടുതൽ കൂട്ടുകൂടി എന്ത് ചെയ്യാം, എനിക്കും എൻ്റെ അക്കാഡമിക്സ് കുറച്ചും കൂടെ എന്ത് ചെയ്യാം, മെച്ചപ്പെടുത്താം. ഇങ്ങനെ നമുക്ക് രണ്ട് സാധ്യതയുണ്ട്. ഒരമ്മയ്ക്ക് രണ്ട് മക്കൾ, ഒരാൾ പൂക്കാരി, ഒരാൾ പപ്പടക്കാരി. പൂക്കാരിയുടെ പ്രത്യേകത എന്തുവാ, പൂ വളർത്തി വിൽക്കുക, പൂ വിറ്റ് ജീവിക്കും. പപ്പടക്കാരി പപ്പടം ഉണക്കി പപ്പടം വിറ്റ് ജീവിക്കും. അപ്പം ഭയങ്കരമായ ഒരു ദിവസം മഴ പെയ്ത് ഈ അമ്മ ഇരുന്ന് കരയുക, എൻ്റെ പപ്പടക്കാരി എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിൽ. അപ്പോൾ ആ മഴ 2-3 ദിവസം കഴിഞ്ഞ് വെയിൽ വന്നു. അപ്പോൾ വെയിൽ വന്നപ്പോഴും ഈ അമ്മ ഇരുന്ന് എന്ത് ചെയ്യുക, കരയുക, എൻ്റെ പൂക്കാരിക്ക് ആര് ചെടിക്ക് വെള്ളം ഒഴിക്കുക, എൻ്റെ പൂക്കാരി മോക്ക് പൂ കിട്ടത്തില്ലല്ലോ, എന്തോ ഒരു വെയിലായത് എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചില്ല. ആർക്ക്, അമ്മ. അപ്പോൾ അപ്പോഴാണ് ജ്ഞാനിയായ ഒരു മനുഷ്യൻ ഈ അമ്മൂമ്മയുടെ അടുത്ത് പറഞ്ഞു കൊടുത്തു, അമ്മ ഇതൊന്നും നമുക്ക്
നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ. പക്ഷേ അമ്മയ്ക്ക് കൈകാര്യം ചെയ്യാവുന്ന ഒരു സാധനമുണ്ട്, അത് അമ്മയുടെ മനസ്സാണ്. അമ്മയുടെ മനസ്സിനെ ഇത്തിരി ഒന്ന് മാറി ഒന്ന് ചിന്തിക്കാൻ അമ്മ ഒന്ന് എന്താക്കുക, പ്രാപ്തയാക്കുക. എന്താ മാറി ചിന്തിക്കേണ്ടത്? വളരെ ലളിതമാണ്. വെയിൽ വരുമ്പോൾ എന്ത് ചെയ്യണം? വെയിൽ വരുമ്പോൾ പപ്പടക്കാരിയെ പറ്റി ചിന്തിക്കണം. അപ്പം വെയിൽ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ മുതൽ പിന്നെ അമ്മൂമ്മയ്ക്ക് ഭയങ്കര സന്തോഷം. അമ്മൂമ്മ പറയുമോ, എൻ്റെ പപ്പടക്കാരി മോക്ക് പപ്പടം എല്ലാം ഉണക്കാം, അവൾക്ക് നല്ല ലാഭം കിട്ടും, അവളുടെ ജീവിതം രക്ഷപ്പെടുമല്ലോ. മഴ വരുന്ന ദിവസമെല്ലാം അമ്മൂമ്മയ്ക്ക് അതിനെക്കാട്ടിലും ഭയങ്കര സന്തോഷം. എൻ്റെ പൂക്കാരി മോക്കാണ് ഇഷ്ടം പോലെ വെള്ളം കിട്ടി, ചെടിയെല്ലാം വളരും, പൂ ഇഷ്ടം പോലെ കിട്ടും. ഇത് മൈൻഡിൻ്റെ ഒരു മാറ്റമാണ്. ഒരു അര ഗ്ലാസ് വെള്ളം അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തോ പറയാം, അര ഗ്ലാസ് വെള്ളം കഷ്ടം എന്ന് വേണമെങ്കിലും പറയാം. ഹായ്, അര ഗ്ലാസ് ഉണ്ടല്ലോ എന്ന് വേണമെങ്കിലും എന്ത് ചെയ്യാം, പറയാം. നമ്മുടെ പെർസെപ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു സൈഡിൽ നിന്ന് നോക്കിയാൽ 6, വേറൊരു സൈഡിൽ നിന്ന് നോക്കിയാൽ അതെന്താണ്, 9. ഈ നോക്കുന്ന ആളിൻ്റെ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മാനസിക അവസ്ഥ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു അധ്യാപകൻ ക്ലാസ്സിലിരിക്കുമ്പോഴും ഒരു കുട്ടി വൈകി വരുന്നു, അധ്യാപകനാണെന്നുണ്ടെങ്കിൽ 2 രീതിയിൽ അതിനെ കാണാം. അധ്യാപകനെ കാണാം, എന്തെങ്കിലും ഒരു ജെനുവൻ റീസൺ ഉണ്ടാകും, പാവം അവൻ കയറിയിരിക്കട്ടെ, അവൻ ഇനിയുള്ള സമയമെങ്കിലും പഠിക്കട്ടെ എന്ന് വിചാരിക്കാം. മേ ബി അവൻ്റെ അമ്മയെ ആശുപത്രി കൊണ്ടുപോയിട്ട് ആശുപത്രിയിൽ നിന്ന് ഓടി വന്നതായിരിക്കാം പാവം. നേരെ മറിച്ച് ഭയങ്കരമായ പ്രൈഡോടുകൂടെയുള്ള ഒരു അധ്യാപകനാണെന്നുണ്ടെങ്കിൽ ആ ലേറ്റായിട്ട് വരുന്ന കുട്ടിയെയും ഉപദ്രവിക്കുന്നു, വഴക്ക് പറയുന്നു, നീ ഇന്ന് ക്ലാസ്സിലേക്ക് കയറേണ്ടെന്ന് പറയുന്നു, നിനക്ക് അറ്റൻഡൻസ് തരത്തില്ലെന്ന് പറയുന്നു. അപ്പോൾ എന്തെല്ലാം സംഭവങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം ഈ ഒരു വളരെ ദുർബലനായ ഒരു കുട്ടി അങ്ങനെ അധ്യാപകൻ ഭയങ്കരമായിട്ട് ഈ ക്ലാസ്സിലെ ബാക്കി എല്ലാ കുട്ടികളുടെ മുമ്പിൽ വെച്ച് ക്ലാസ്സിൽ നിന്ന് പുറത്തിറക്കി വിടുകയും വഴക്ക് പറയുകയും ഷൗട്ട് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടി മാനസികമായി അവൻ ദുർബലനായി. അവൻ എന്ത് വേണേലും എന്ത് ചെയ്യാം, ചെയ്തു പോകാം. കാരണം ഈ അധ്യാപകൻ നമ്മൾ എംപവർ ചെയ്യേണ്ട കഥാപാത്രം അവനെ എന്താക്കി, വീക്കാക്കി. ഞാൻ പറഞ്ഞു വരുന്നത്, ശാസ്ത്രം സൈക്കോളജി ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒത്തിരി ഊഹാപോഹങ്ങളും ഈ തെറ്റിദ്ധാരണകളുമാണ് നിറച്ചുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് തലയിലൊക്കെ എന്ത് ചെയ്തത്, ഓട്ടയിട്ടത്. ഇപ്പോൾ സംശയരോഗം നമ്മൾ വിചാരിക്കുമ്പോൾ എന്തുവാ, സംശയരോഗം, ഇവനാൾ ശരിയല്ല എന്ന് വേണേൽ നമുക്ക് പറയാം. ഇപ്പോൾ ദാണ്ട നല്ല മരുന്നുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ മരുന്നുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സംശയരോഗം എന്ത് ചെയ്യും, സംശയരോഗം മാറും. അതിനുള്ള മരുന്നുകൾ ഡെവലപ്പ് ചെയ്തു. അപ്പം അത്ഭുതകരമായി മെഡിസിനും സൈക്കോളജിയും എല്ലാം എന്ത് ചെയ്യുവാണ്, ഡെവലപ്പ് ചെയ്യും. ഇത്രയും നാൾ എന്തോ വിചാരിച്ചിരുന്നത്, ഇവനാൾ മോശമായി, ഇവൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് ലേബിൾ ചെയ്ത് മാറ്റി നിർത്തി അവനെ എല്ലാവരും കൂടെ എന്ത് ചെയ്ത് നശിപ്പിച്ച് നെഗറ്റീവ് എനർജി എല്ലാം കൂടെ നിറച്ച് അവനെ റിജക്റ്റ് ചെയ്ത് അവനെ ആരാക്കും, ഏറ്റവും വലിയൊരു സൈക്കോപാത്താക്കും. നമ്മൾ ഈ അടുത്ത കാലത്താണെന്നുണ്ടെങ്കിൽ ഒത്തിരി സിനിമകൾ ഇറങ്ങി, മലയാളത്തിലും തമിഴിലും എല്ലാം. എന്താണ്, സീരിയൽ കില്ലേഴ്സിൻ്റെ കഥകളാണ്. അതിനകത്തെല്ലാം ഒരു കാര്യം കറക്റ്റാണ്. കാരണം ഒരു രീതിയിലും പൊറുക്കാൻ പറ്റാത്ത ഒരു മുറിവ്, അതാണ് അവനെ എന്ത് ചെയ്യുന്നത്, സൈക്കോപാത്താക്കി മാറ്റുന്നത്. അപ്പം ഇത് ഒരു ഈ സമൂഹം ചെയ്യുന്ന ഏറ്റവും വലിയ ദുർബലമായ ഒരു അവസ്ഥയായത്. ഒരാൾ വീക്കായിട്ടുള്ള ഒരാളെ അവനെ എങ്ങനെ സ്ട്രോങ് ആക്കാം, തിരിച്ചു പിടിക്കാം എന്നുള്ളതിന് പകരം അവനെ ലേബിൾ ചെയ്ത് അതിനകത്ത് തന്നെ അങ്ങ് എന്ത് ചെയ്ത് വെച്ച് ഉറപ്പിച്ച് മുറിവേൽപ്പിച്ച് നശിപ്പിച്ച് നമ്മുടെ സമൂഹത്തിൽ പറ്റുമെങ്കിൽ റിജക്റ്റ് ചെയ്ത്, പണ്ടത്തെ കാലത്തൊക്കെ എങ്ങനെയാണെന്നറിയോ, അസുഖം വരുന്ന ആളുകളെ പോലും ദ്വീപിൽ കൊണ്ടുവിടുക. ഒരു കാലഘട്ടത്തിൽ അസുഖം വരുന്ന ആളുകളെ എന്ത് ചെയ്യുക, ദ്വീപിൽ കൊണ്ട് അവിടെ കിടന്ന് എന്ത് ചെയ്തോട്ടെ, മരിച്ചോട്ടെ. അപ്പോൾ അത് സംസ്കാരം ഡെവലപ്പ് ചെയ്തപ്പം അങ്ങനെയുള്ള ആളുകളെ രക്ഷപ്പെടുത്തുന്നതിനുള്ള മാർഗ്ഗങ്ങൾ ആലോചിച്ചു. അപ്പം ആദ്യത്തെ ആ ഒരു ഭയങ്കര പെയിൻഫുള്ളായിട്ടുള്ള ഊഹാപോഹങ്ങളുടെയും തെറ്റിദ്ധാരണകളുടെയും കാലഘട്ടത്തിൽ നിന്ന് സൈക്കോളജി ഡെവലപ്പ് ചെയ്ത് വരികയാണ്. സൈക്കോളജി ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ അവരെന്തിനെയാണ് ഫോക്കസ് ചെയ്തത്, എന്തുകൊണ്ടാണ് ആളുകൾ നോർമലായിട്ട് പെരുമാറുന്നില്ല, അവരെ പഠിക്കാം, അവരുടെ പ്രശ്നങ്ങൾ കണ്ടെത്താം, അവരെ നമുക്ക് ജീവിതത്തിലോട്ട് തിരിച്ചു പിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാം. അതൊരു പോസിറ്റീവ് അപ്രോച്ചാണോ നെഗറ്റീവ് അപ്രോച്ചാണോ? പോസിറ്റീവ് അപ്രോച്ചാണ്. പക്ഷേ പെർസ്പെക്റ്റീവിൽ ചെറിയൊരു ഡയമെൻഷനകത്ത് എന്തുണ്ട്, നെഗറ്റീവ് ഉണ്ട്. മെൻ്റൽ ഹെൽത്ത് ഇല്ലാത്തവരെയാണ് എന്ത് ചെയ്തത്, പഠിച്ചത്. അപ്പോൾ അങ്ങനെ സൈക്കോളജി ഡെവലപ്പ് ചെയ്ത് വന്ന് സിഗ്മണ്ട് ഫ്രോയിഡിനെ പോലുള്ള മഹാന്മാരായ സൈക്കോളജിസ്റ്റുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്ന് ഉപബോധ അബോധ മനസ്സിനെ പറ്റിയൊക്കെ നമ്മളെ എന്ത് ചെയ്ത് പഠിപ്പിച്ച്, ഈവൻ അബോധ മനസ്സിൽ കിടക്കുന്ന പ്രശ്നങ്ങൾക്ക് പോലും നമുക്ക് ബോധ മനസ്സിലൂടെ നമുക്ക് പ്രതിവിധികൾ സജഷൻസ് ആയിട്ടൊക്കെ ഉള്ളിലേക്ക് കൊടുത്ത് നമ്മൾ ഒരാൾ കൊള്ളത്തില്ല എന്നുള്ള സാധനം അബോധ മനസ്സിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കുട്ടിയെ അധ്യാപകനും മാതാപിതാക്കന്മാരും കൂട്ടുകാരും ഒക്കെ സത്യത്തോടുകൂടെ നിന്നെക്കൊണ്ട് പറ്റും, മിടുക്കനാണെന്ന് പറഞ്ഞ് ആ മറ്റേ ഇംപ്രഷൻ മായിച്ച് പുതിയ ഇംപ്രഷൻ കൊടുക്കാൻ പറ്റും. ആ ലെവൽ വരെ നമ്മൾ വന്നു. ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് പുതിയതായിട്ട് വന്നിരിക്കുവാണ് പോസിറ്റീവ് സൈക്കോളജി. പോസിറ്റീവ് സൈക്കോളജിസ്റ്റുകൾ എന്താണ് പറയുന്നത്, നമ്മൾ പഠിക്കേണ്ടത് അബ്നോർമലായിട്ടുള്ള ആളുകളെ മാത്രമല്ല, അതേ പ്രാധാന്യത്തോടുകൂടെ നമ്മൾ എന്തും കൂടെ പഠിക്കണം. ആ നോർമലായിട്ടുള്ളവരെ അല്ല, എക്സെപ്ഷണലായിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് ഉള്ളവരെയും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. എന്താണ് അവരുടെ വേരിയബിൾസ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. അതെല്ലാവർക്കും എന്ത് ചെയ്ത് കൊടുക്കാം,
പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെയാണ് ഈ പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത് വളരെ വലിയൊരു മൂവ്മെൻറ്റായി. നമുക്ക് അവിശ്വസനീയമായിട്ട് തോന്നും. വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ പോസിറ്റീവ് സൈക്കോളജിയുടെയൊക്കെ കോഴ്സ് ഡിക്ലെയർ ചെയ്യുമ്പോഴേ ആളുകളെല്ലാം വന്ന് എന്തിനു ചേരുക, പോസിറ്റീവ് സൈക്കോളജി. ഒരു ബാച്ച് തുടങ്ങാനാണ് അവർ ആഗ്രഹിച്ചത്. പക്ഷേ പിള്ളേരുടെ എണ്ണം കൂടുതലായതുകൊണ്ട് 3, 4, 5 ബാച്ച്, 50, 60, 70 വയസ്സുള്ളവർ പോലും വന്ന് എന്ത് ചെയ്യുക, പോസിറ്റീവ് സൈക്കോളജി പഠിക്കുക. എന്താണ് ഈ കോഴ്സ് പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്താവും, ചിരിക്കും, ഹാപ്പി ആവും, സന്തോഷമാവും, നമ്മുടെ തന്നെ കുറവുകളെ അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള കഴിവുകളൊക്കെ നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും. അതാണ് ഈ പോസിറ്റീവ് സൈക്കോളജിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ ഓരോ സ്ഥലത്തുണ്ടെങ്കിൽ അത് പടർന്നു പിടിക്കത്തില്ലേ എല്ലാവരിലോട്ടും. അപ്പോൾ അങ്ങനെ ആ പോസിറ്റിവിറ്റിയുടെ ഡയമെൻഷൻസിനെ പറ്റി പഠിക്കുന്ന സൈക്കോളജിയാണ് എന്ത്, പോസിറ്റീവ് സൈക്കോളജി. ഈ പോസിറ്റീവ് സൈക്കോളജി നമ്മൾ 1998 നമ്മൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു യൂ ടേണിനെ പറ്റിയൊക്കെ നമ്മൾ പറയും. അതിന് മുമ്പേ പക്ഷേ ഉണ്ട്, അതിന് മുമ്പേ തന്നെ ഉണ്ട്. 2000 തൊട്ട് മുമ്പായിട്ടാണ് ഇത് ഇത്രയും പ്രിവലൻ്റ് ആയതെങ്കിലും ഫേമസ് ആയതെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൈക്കോളജിയുടെ ചരിത്രം ഇങ്ങനെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം നമുക്ക് എന്ത് കാണാം, ഈ പോസിറ്റീവ് സൈക്കോളജിയുടെ എലമെൻറ്റ്സ് കാണാം. ധാരാളം ആളുകളിലുണ്ട്. എങ്കിലും ഏറ്റവും കൂടുതൽ അത് കാണുന്നത് ഹ്യൂമനിസ്റ്റുകളിലാണ്. സൈക്കോളജിയുടെ വലിയൊരു ക്ലാസ്സാണെന്ത്, ഹ്യൂമനിസ്റ്റ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ് ഏബ്രഹാം മാസ്ലോയും കാൾ റോജേഴ്സും. അപ്പോൾ ഏബ്രഹാം മാസ്ലോ എന്താണെന്നറിയാമോ പറയുന്നത്, നിങ്ങൾ സെൽഫ് ആക്ച്വലൈസേഴ്സിനെ ശ്രദ്ധിക്കൂ, അവരെ കണ്ടെത്തൂ, അവരുടെ പ്രത്യേകതകൾ എന്താണെന്ന് മനസ്സിലാക്കൂ, എന്നിട്ട് നിങ്ങൾ അതുപോലെ നിങ്ങളും ജീവിക്കാൻ ശ്രമിക്കൂ എന്നാണ് ഏബ്രഹാം മാസ്ലോവിൻ്റെ ഇത്. എന്നിട്ട് ഏബ്രഹാം മാസ്ലോ വീണ്ടും പറയുവാണ്, നിങ്ങൾ പീക്ക് എക്സ്പീരിയൻസസ് അന്വേഷിക്കൂ. പീക്ക് എക്സ്പീരിയൻസസ് എവിടെ നിങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ കിട്ടും. ഒരു നല്ല സെമിനാറുണ്ടോ, പോകൂ. ഒരു നല്ല വർക്ക്ഷോപ്പ് ഉണ്ടോ, പോകൂ. രാവിലെ നല്ല ഒരു ശുഭചിന്ത 5:55 പറ്റുമെങ്കിൽ അതും എന്ത് ചെയ്യൂ, കേൾക്കൂ. നിങ്ങൾക്ക് ആ ശുഭചിന്ത അങ്ങ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളത് വീണ്ടും 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 എന്ത് ചെയ്യൂ, കേൾക്കൂ. അപ്പം ഇങ്ങനെ ഒരു സമീപനമാണ് ഈ പീക്ക് എക്സ്പീരിയൻസസ് എന്ത് ചെയ്യുക, അന്വേഷിക്കുക. നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ പീക്ക് എക്സ്പീരിയൻസസ് അന്വേഷിക്കുക എന്ന് പറയുന്ന ഒരു വലിയൊരു സംഭവമാണ് ഈ ഒരു ഇതിനകത്തൂടെ പോസിറ്റീവ് സൈക്കോളജിയുടെ ഏബ്രഹാം മാസ്ലോവിൻ്റെ വലിയ തിയറിയിലൂടെ കടന്നു വരുന്നത്. അപ്പം ഏബ്രഹാം മാസ്ലോ പറയുവാണ്, നിങ്ങളുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യണം. നിങ്ങളുടെ മാത്രമല്ല, നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവരുടെ എല്ലാം ബേസിക് നീഡ്സ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, സാറ്റിസ്ഫൈ ചെയ്യണം. അവർക്ക് ഫുഡ്, ഷെൽട്ടർ, സൈക്കോളജിക്കലായിട്ടുള്ള വെൽബീയിങ്, സെൽഫ് എസ്റ്റീം, പോസിറ്റീവ് സ്ട്രോക്ക് എല്ലാം കൊടുത്ത്, ഫിസിക്കലിയും ലവ് എല്ലാം കൊടുത്ത്, ബിലോങ്ങിങ്നെസ്സും എല്ലാം കൊടുത്ത് അവരെ ഫിസിക്കൽ ഡൊമൈനിലും സൈക്കോളജിക്കൽ ഡൊമൈനിലും നിങ്ങൾ എന്താക്കണം, സ്ട്രോങ് ആക്കണം. സ്ട്രോങ് ആക്കിയാൽ തീരുന്നില്ല, അത് ഡെഫിഷ്യൻസി നീഡ്സ് ആണ്. അത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നോവും, അതാണ് ഡെഫിഷ്യൻസി നീഡ്സ്. അത് പോരാ, ഇത്രയും തീർത്ത് കഴിഞ്ഞാൽ എങ്ങോട്ട് കയറാം, ബീയിങ് നീഡ്സിലേക്ക് കയറാം. ബീയിങ് നീഡ്സ് നമ്മൾ ആക്ച്വലൈസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്ത് ഫീൽ ചെയ്യത്തില്ല, നമുക്ക് കുറവ് ഫീൽ ചെയ്യത്തില്ല. അതാണ് ബീയിങ് നീഡ്സിൻ്റെ പ്രത്യേകത. ബീയിങ് നീഡ്സ് എന്താണ്, ലിറ്ററേച്ചർ, ട്രാവൽ ചെയ്യാനുള്ള ആഗ്രഹം, സ്പിരിച്വലായിട്ടുള്ള ആഗ്രഹങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളാണ് സെൽഫ് ആക്ച്വലൈസേഷന് വേണ്ടിയുള്ള ആഗ്രഹം. നല്ല ചലച്ചിത്രങ്ങൾ, ഫോർ എക്സാമ്പിൾ ഈയിടെ ഹോം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി. നമുക്ക് എന്തുമാത്രം നമ്മളെ അത് കഴുകും ആ സിനിമ. 2018 ഈ ആളുകളെ രക്ഷപ്പെടുത്തുക, ആ കൂട്ടത്തിൽ ഏറ്റവും നല്ല ഹീറോ ആയിട്ടുള്ള ഒരാൾ തന്നെ എന്ത് ചെയ്യുന്നു, മരിക്കുന്നു. ഈവൻ നമ്മുടെ ഈ മഞ്ഞുമ്മൽ ബോയ്സും നല്ലതായിരുന്നു. അതിനകത്ത് കുറച്ച് മദ്യപാനത്തിൻ്റെ രംഗങ്ങൾ ഇത്തിരി കൂടിപ്പോയി എന്നുള്ളത് ഒഴിച്ചാൽ ഒരു നല്ല കാര്യം വരുമ്പം യുവജനങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരുമിച്ച് കൂടി രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു. ഇപ്പോൾ ഈ പോസിറ്റിവിറ്റി, അങ്ങനെയുള്ള പീക്ക് എക്സ്പീരിയൻസസ് നിങ്ങൾ എന്ത് ചെയ്യൂ, അന്വേഷിക്കൂ എന്നുള്ളതാണ് ആര് പറയുന്നത്, ഏബ്രഹാം മാസ്ലോ പറയുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിഷ്യൻസി നീഡ്സ് അല്ല, ബീയിങ് നീഡ്സ് വരെ എല്ലാവരും എന്ത് ചെയ്യണം, എത്തണം. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കുക. അപ്പം നമ്മുടെ ബസ് വരുമ്പം നമുക്കെന്ത് സന്തോഷം. ബസ് വരാത്ത സമയത്തോളം നമ്മൾ എന്ത് ചെയ്യും, കോട്ടുമായിട്ട് നിൽക്കും. ഭയങ്കര ക്ഷീണം, നമുക്കൊന്നും ചെയ്യാനില്ലാത്തപ്പോൾ നമുക്ക് എന്തുവാ, ക്ഷീണോ മനുഷ്യർക്ക്. എന്നുവെച്ചാൽ നേരെ മറിച്ച് ഇപ്പോൾ ബീയിങ് നീഡ്സ് വരെ ചെയ്ത എത്തുന്ന ഒരാളാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ബസ് സ്റ്റോപ്പിൽ നിന്ന് മേബി പ്രാർത്ഥിച്ചേക്കാം, അല്ലെങ്കിൽ ജീവിതത്തിലുള്ള നല്ല സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യും, കാണും. അല്ലെങ്കിൽ പെട്ടെന്ന് യൂട്യൂബിനകത്തോട്ട് കയറി പ്ലസൻ്റ് ആയിട്ടുള്ള 2 തോട്ട് ഫോർ ദ ഡേ എന്ത് ചെയ്യും, കേൾക്കും. അപ്പോൾ ഇതിങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ ബസ് കാത്ത് നിൽക്കുന്ന ഈ സമയം വെറുതെ ഇരിക്കാനുള്ള സമയമല്ല. അവരുടെ ആ ഒരു അസ്തിത്വത്തിൻ്റെ
സന്തോഷവും സമാധാനവും പീസും വാല്യൂസും എല്ലാം ഒരടിയും കൂടെ കൂട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട്. അറ്റ്ലീസ്റ്റ് വേറെ ഒന്നും കയ്യിലില്ലെന്നുണ്ടെങ്കിലും ജീവിതത്തിൽ നല്ല സംഭവിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് ഓർത്താൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഭയങ്കര സന്തോഷം. പഴയ ചില തമാശകളൊക്കെ ഓർത്ത് നമ്മൾ വെറുതെ ചിരിക്കാറില്ലേ? പണ്ട് നടന്ന സംഭവം, പണ്ട് നടന്ന തമാശ, പക്ഷേ ഇപ്പോഴും നമ്മൾ ഓർക്കുമ്പോൾ എന്ത് ചെയ്യുക? ചിരിക്കാൻ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇങ്ങനെയാണ് അതാണ് ഈ സെൽഫ് ആക്ച്വലൈസേഴ്സിൻ്റെ പ്രത്യേകത. അവർ സമയം പാഴാക്കത്തില്ല. അവർ പിന്നെയും അടുത്തടുത്ത നല്ല സാധനങ്ങൾ, റിച്ച് പോസിറ്റീവായിട്ടുള്ള ഇൻസൈറ്റ്സ് ഇങ്ങനെ നിറയ്ക്കാനായിട്ടൊരു ഫ്രാൻറ്റിക് ആയിട്ടുള്ള ഒരു പരിശ്രമമാണ് അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും. അപ്പോൾ ആ ഒരു ലെവലിലാണ് ആര് കൊണ്ടുവരുന്നത്? ഏബ്രഹാം മാസ്ലോ. അത് കഴിഞ്ഞ് കാൾ റോജേഴ്സിലും ഇത് തന്നെ ഉണ്ട്. കാൾ റോജേഴ്സ് പറയുവാണ്, അധ്യാപകനെ പറ്റി വിളിക്കുവാണ്, അധ്യാപകൻ ഒരു മിഡ് വൈഫാണെന്ന്. കുട്ടി തന്നെത്താൻ ഇവോൾവ് ചെയ്യട്ടെ. അതായത് ഒരു പെൺകുട്ടി പ്രസവിക്കുമ്പോൾ മിഡ് വൈഫ് എന്തുവാ ചെയ്യുന്നത്? ധൈര്യമായിട്ടിരിക്കുക, കുഞ്ഞിപ്പം വരുമെന്നൊക്കെ പറയും, വയറ് പിടിച്ച് ഞെക്കിയൊക്കെ കൊടുക്കും, കൈയൊക്കെ തിരുമ്മി കൊടുക്കും. ഈ കുഞ്ഞിനെ പുഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ കുറച്ചും കൂടെ ശക്തിയോടെ എന്നൊക്കെ പറഞ്ഞ് എൻകറേജ് ചെയ്യും. ആര് പ്രസവിക്കുന്നത്? ഈ ലേഡി തന്നെ. പുറത്തു നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നതേ ഉള്ളൂ, നമ്മൾ എൻകറേജ് ചെയ്യും. ഇതുപോലെയാണ് അധ്യാപകൻ. കുട്ടി ഡെലിവറി ചെയ്തോളും, കുട്ടി വളർന്നവൻ്റെ പേഴ്സണാലിറ്റിയെ എന്ത് ചെയ്തോളും, പുറത്തോട്ട് കൊണ്ടുവന്നോളും. നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ മൊത്തം ഫുൾ സ്ക്രീൻ നമ്മൾ എടുത്തു കളയരുത്. നമ്മൾ സൈഡിൽ നിന്ന് എന്ത് ചെയ്യുക? ആ ഒരു സാധനത്തിനകത്തോട്ട് എത്താനായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് കുട്ടിയെ എൻകറേജ് ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്, അക്സെപ്റ്റൻസ്, എമ്പതി. ഈ 3 സാധനങ്ങൾ ആര് കൊടുക്കണം? നമ്മളെല്ലാവർക്കും കൊടുക്കണം. മാതാപിതാക്കൾ കുട്ടികൾക്ക് കൊടുക്കണം, പിന്നെ ടീച്ചേഴ്സ് കുട്ടികൾക്ക് കൊടുക്കണം. അക്സെപ്റ്റൻസ്, അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്, എമ്പതി. അപ്പോൾ ഈ 3 കൊടുക്കുന്ന ആളുകളെ അദ്ദേഹം സിഗ്നിഫിക്കൻ്റ് അതേഴ്സ് എന്നാണ് വിളിക്കുന്നത്. സിഗ്നിഫിക്കൻ്റ് അതേഴ്സ്. അപ്പോൾ അങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഏറ്റവും ഉചിതമായിട്ടുള്ള നല്ല അനുഭവങ്ങൾ കൊടുക്കാനായിട്ട് നമ്മൾ ജാഗ്രതയോടുകൂടെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ കുട്ടിക്കൊരു കാര്യം കിട്ടും, കോൺഗ്രുവൻസ്. എന്ത് കിട്ടും? കോൺഗ്രുവൻസ്. അതായത് ഹാർമോണിയസ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, സന്തുലിതമായ വ്യക്തിത്വ വികാസം ആർക്കുണ്ടാവുകയാണ്? കുട്ടിക്കുണ്ടാവുക. അവൻ്റെ ചിന്തയും വാക്കും പ്രവൃത്തിയും എല്ലാം എന്ത് ചെയ്യും? നേർരേഖയിൽ നിൽക്കും. അവനോട് തന്നെ എന്ത് പറയത്തില്ല? വഞ്ചന കാണിക്കത്തില്ല. ഒരു കാര്യം ചിന്തിച്ച് വേറൊന്നും എന്ത് ചെയ്യത്തില്ല? പറയത്തില്ല. അവനോട് തന്നെ ഒരു നീതി പുലർത്തും. അവൻ എപ്പോഴും എന്ത് കാണും? ഒരു ഇന്നറായിട്ടുള്ള ഒരു ഹാർമോണി കാണും. അപ്പോൾ അതാണ് ഇതിൻ്റെ ചരിത്രം. ഏതാ പോസിറ്റീവ് സൈക്കോളജിയിലോട്ട് വരാനായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ആര് ചെയ്തത്? മാസ്ലോയും കാൾ റോജേഴ്സും. ഭയങ്കര എമിനൻ്റ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുകളാണ് കേട്ടോ. ഈ ഹ്യൂമനിസ്റ്റുകളെന്ന് വെച്ചാൽ സൈക്കോളജിസ്റ്റുകളാണെങ്കിലും ഫിലോസഫിക്കാരുണ്ട്, ഹ്യൂമനിസ്റ്റിക് ഫിലോസഫിക്കാർ. അവരെല്ലാം ഭയങ്കര നല്ല ഐഡിയാസാണ്. എന്തോ ഐഡിയാസ്? ആളുകൾക്ക് ഫ്രീഡം കൊടുക്കൂ, ആളുകളെ റെസ്പെക്റ്റ് ചെയ്യൂ, മറ്റുള്ളവരുടെ റൈറ്റ്സ് നിങ്ങൾ മനസ്സിലാക്കൂ, ആരെയും ഇൻറ്റിമിഡേറ്റ് ചെയ്യരുത്, ആരെയും ഓവർ പ്രഷറൈസ് ചെയ്യരുത്, ആളുകൾക്ക് ടൈം കൊടുക്കൂ, ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ടൈം അനുവദിക്കൂ, നിങ്ങളുടെ പെർസ്പെക്റ്റീവിലൂടെ എല്ലാവരെയും കാണരുത്, നിങ്ങളുടെ ഹെറിഡിറ്റി എൻവയൺമെൻറ്റ് വേറെ, അവരുടെ ഹെറിഡിറ്റി എൻവയൺമെൻറ്റ് വേറെ, അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. അതല്ലാതെ നിങ്ങളിങ്ങനെ ആഗ്രഹിക്കുന്നത് പോലെ ലോകം മുഴുവൻ തിരിയണം, കറങ്ങണമെന്ന് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ചിന്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഹ്യൂമനിസ്റ്റിക് ഫിലോസഫി. ഫ്രീഡം എന്ന് പറഞ്ഞാൽ നമ്മൾ ആബ്സല്യൂട്ട് ഫ്രീഡം കൊടുത്ത് നമ്മുടെ മക്കളെയൊക്കെ അവർക്ക് ഇഷ്ടമുള്ള പോലെ പൊയ്ക്കോട്ടെ. പഠിപ്പിക്കുന്ന കുട്ടികളൊക്കെ അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചോട്ടെ, അവർക്ക് ഇഷ്ടമുള്ള പോലെ പെരുമാറിക്കൊള്ളട്ടെ, ഇഷ്ടമുള്ളപ്പോൾ വരികയോ പോവുകയോ ചെയ്യട്ടെ എന്നുള്ളതല്ല. അവരെ നമ്മൾ ഡിസിപ്ലിനകത്തൂടെ തന്നെ കൊണ്ടുവരണം. അവരെ പ്രോംപ്റ്റ് ചെയ്ത് നമ്മൾ അസർട്ടീവ് ആവേണ്ട സമയത്ത് അസർട്ടീവ് ആകണം. പക്ഷേ എപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ഇങ്ങനെയുള്ള എത്തിക്കൽ സാധനങ്ങൾ നമ്മുടെ ഒരു ബേസ് നമ്മൾ ബിൽഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ക്ലാസ്സിനകത്തോട്ട് കയറി ഞാൻ എൻ്റെ അനുഭവം തന്നെ പറയുവാണ്. ഞാൻ എന്തോ ചെയ്യുന്നതെന്നറിയാമോ? ഞാൻ ക്ലാസ്സിനകത്തോട്ട് എന്ന് പറയും, ബോയ്സ് കം, LCD പ്രൊജക്ടറും ട്രൈപ്പോഡും എല്ലാം സെറ്റ് ചെയ്യൂ. എനിക്ക് സ്വാഭാവികമായിട്ട് വരുന്ന ഒരു സാധനം ഞാൻ പറയുക. എന്താ ഇങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാകാലങ്ങളായി കേരളത്തിൻ്റെ സൈക്കിയിൽ നമ്മൾ ആ ഒരു എറർ ഉറപ്പിച്ചു പോയി. ആൺപിള്ളേർ കടയിൽ പോകണം, പെൺപിള്ളേർ അടുക്കളയിൽ, ട്രൈപ്പോഡ് എടുക്കാനും മൈക്ക് എടുക്കാനും ഒക്കെ ആര്? ആൺപിള്ളേർ. അപ്പോൾ പെൺപിള്ളേർക്ക് പറ്റുന്ന ജോലികളെന്നൊക്കെ പറഞ്ഞാൽ നിലവിളക്ക് കത്തിക്കാനൊക്കെ, വിളക്ക് കൊണ്ട് കൊടുക്കാനൊക്കെ ആര്? പെൺപിള്ളേർ. പൂ കൊണ്ട് കൊടുക്കാൻ ആര്? ഇങ്ങനെയുള്ള ചില സാധനങ്ങൾ നമ്മുടെ തലയിൽ എന്ത് ചെയ്തു? തറപ്പിച്ചു. അത് എനിക്കും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബോയ്സ് കം, എല്ലാം സെറ്റ് ചെയ്യൂ. അപ്പം നമ്മുടെ മിടുമിടിക്കുക ഒരു പെൺകുട്ടി ഒരു ദിവസം എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, സാറിന് ജെൻഡർ ഇക്വിറ്റിയെ പറ്റി അറിയത്തില്ലേ? എന്തുകൊണ്ടാണ് ബോയ്സിനെ മാത്രം വിളിക്കുന്നത്? ബോയ്സിന് എന്താ കൊമ്പുണ്ടോ? ഞങ്ങളെ കൂടെ വിളിക്കൂ സാർ, ഞങ്ങൾക്കും ഇതൊക്കെ ചെയ്യണം. ഒരു മിടുമിടുക്കി ഇവിടെ പറഞ്ഞതാണ്. ഉടനെ ഞാൻ വിചാരിച്ചു, ദൈവമേ, എൻ്റെ കുഞ്ഞുങ്ങളാണല്ലോ എനിക്കിത് പറഞ്ഞു തന്നത്, ഇത്രയും നാളായിട്ടുള്ള എൻ്റെ എറർ. അപ്പോൾ ഉടനെ ഞാനത് തിരുത്തി. അപ്പം കമോൺ ഫ്രണ്ട്സ്, സംബഡി കം, എല്ലാം സെറ്റ് ചെയ്യുമെന്നാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ ഇതാണ് ഹ്യൂമനിസം.
ഹ്യൂമനിസം നമ്മൾ റിഫൈൻ ചെയ്യുക. നമ്മൾ കാലാകാലങ്ങളായി നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്ന ചിന്താഗതികളെ പോലും നമ്മൾ ഒന്നും കൂടെ ഒന്ന് അയവിറക്കി അത് ശരിയാണോ എന്ന് എന്ത് ചെയ്യുക നോക്കുക. മേ ബി ഈ സൈക്കോളജി ഭയങ്കര പ്രശ്നമുണ്ട്. ഇത് കേരളത്തിലുള്ള ആണുങ്ങൾക്കെല്ലാം ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണ് അധികാരി, എല്ലാവരും എന്ത് ചെയ്തോണം, എല്ലാവരും കേട്ടോ, ഇങ്ങനൊരു സൈക്കോളജിയിൽ ഇങ്ങനെ ഇരിക്കുക കേരളത്തിലെ ആണുങ്ങൾ. അങ്ങനല്ല. ആക്ച്വലി ഇതൊക്കെ നമുക്ക് എന്ന് പൊട്ടിച്ച് കളയാൻ പറ്റുമെന്ന് അറിയത്തില്ല. നമ്മൾ എന്ന് ഹ്യൂമനിസത്തിലോട്ട് വരുമെന്ന് എനിക്ക് എന്ത് ചെയ്യും, പോസിറ്റീവ് സൈക്കോളജിയിൽ വരുമെന്ന് എനിക്കറിയത്തില്ല. സമയം കൊടുക്കണം. ഇറ്റ് ടേക്സ് ടൈം. തലമുറകളായി നമ്മുടെ രക്തത്തിൽ അലിഞ്ഞുപോയി. ഇനി അതിനകത്തുനിന്നും എല്ലാ അധ്യാപകർ വേണം എന്ത് ചെയ്യാൻ, തിരിച്ചു പിടിക്കുക. എന്തോ നമുക്ക് തിരിച്ചു പിടിക്കേണ്ടത്? ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഫ്രണ്ട്സാണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ്. അന്ന് ഏറ്റവും ലോകത്തിലുള്ള ഏറ്റവും ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ഏതാ? ഹസ്ബൻഡ് ആൻഡ് വൈഫ്. നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. അതൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ലെവലാണ്. അതിനകത്ത് വൈഫിന് ഹസ്ബൻഡിനെ കറക്റ്റ് ചെയ്യാം, ഹസ്ബൻഡിന് വൈഫിനെയും എന്ത് ചെയ്യാം, കറക്റ്റ് ചെയ്യാം. അങ്ങനെയാണ്. അതായത് ഞാൻ പറയുന്ന എല്ലാം ശരി, നീ എല്ലാം അനുസരിച്ചാൽ മതി. സ്ത്രീകളുടെ അടുക്കളയിൽ ഞങ്ങൾ ഇവിടെ ഇരുന്ന് ചെയ്തോളാം, ഫ്രണ്ട് മുറിയിലോട്ടൊന്നും നിങ്ങൾ വരണ്ട, നിങ്ങൾ അടുക്കള ശ്രദ്ധിക്കൂ. പണ്ടത്തെ കാലത്ത് കല്യാണാലോചനയിലൊക്കെ എങ്ങനെയാ ഇത് നിങ്ങൾക്കറിയാമോ? സ്ത്രീകൾ വന്നു കഴിഞ്ഞാൽ അവർ നേരെ എങ്ങോട്ടങ്ങ് പോകും, അടുക്കളയിലോട്ടങ്ങ് പോകും. കാരണവന്മാർ ഫ്രണ്ടിലിരുന്ന് എന്ത് ചെയ്യും, കാര്യങ്ങൾ ആലോചിക്കുക. സ്ത്രീകൾ അടുക്കളയിൽ പോയി കുശലമൊക്കെ പറയും. അതിനകത്ത് അടുക്കളയൊക്കെ അവർ നോക്കും വൃത്തിയൊക്കെ ഉണ്ടോയെന്ന് കേട്ടോ. എങ്കിൽ പോലും ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്നിപ്പോൾ വരുന്ന വെച്ചാൽ എല്ലാവരും ഒരുമിച്ച് ഫ്രണ്ടിലിരിക്കുന്നു. വി ആർ ഹാവിങ് എ വെരി ഗുഡ് ഡിസ്കഷൻ. അപ്പോൾ അത് ആ ഒരു വളർച്ച കേരളത്തിന് അത് അത്യാവശ്യമാണ്. അപ്പോൾ എനിക്കും ആവശ്യമാണ്. നമ്മൾ ആണുങ്ങളെ മാറ്റി നിർത്തി പറയുമല്ല. എല്ലാ ആണുങ്ങൾക്കും ഇങ്ങനെയൊക്കെയുള്ള കുറച്ചും കൂടെ ഹ്യൂമനിസ്റ്റിക് ആയിട്ടുള്ള ചിന്താഗതി. പൈസ സ്പെൻഡ് ചെയ്യുന്നത്, ഡിസൈഡ് ചെയ്യുന്നത് ആര്? രണ്ടുപേരും കൂടെ ഡിസൈഡ് ചെയ്യണം. ഹസ്ബൻഡ് അല്ല ഡിസൈഡ് ചെയ്യേണ്ടത് എന്ത് വാങ്ങണം, എന്ത് ചെയ്ത്, രണ്ടുപേരും കൂടെ. ഇനിയിപ്പോൾ വൈഫിനാണ് സാലറി കൂടുതലെന്നുള്ള ഉണ്ടെങ്കിലും അത് ഒത്തിരി സ്ഥലങ്ങളിൽ പ്രശ്നമാണ്. അതൊക്കെ ഈ ഹ്യൂമനിസവും പോസിറ്റീവ് സൈക്കോളജി ഇല്ലാത്തതുകൊണ്ട്. ആഫ്റ്റർ ഓൾ എന്താണ് മണി ഇല്ലാതെ ഷോർട്ടേജ് ഉള്ളത് കൊണ്ടാണ് മണിക്ക് എന്ത് വില. നമുക്ക് ഇച്ചിരി പൈസ കിട്ടിക്കഴിഞ്ഞാൽ പൈസക്ക് എന്തില്ല, ഒരു വിലയില്ല. ഇനി അതുകൊണ്ട് ശരിക്കും ഒരു പേപ്പർ പോലെ ആയി പോകും എന്ത് പൈസ അടുത്ത ലെവലിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം വൈഫിനാണ് സാലറി കൂടുതലെന്നുണ്ടെങ്കിലും സോ വാട്ട് എന്ന് ചിന്തിക്കുന്ന ഒരു വൈഫ് വരുമ്പോൾ അതാണ് ഹ്യൂമനിസ്റ്റിക് കോൺസെപ്റ്റ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? സാലറി ആർക്കും കൂടിയല്ലെന്ത്. ഹസ്ബൻഡ് വിചാരിക്കും ഞാൻ ഫുള്ള് വർക്ക് ചെയ്യുന്നു, വൈഫ് ഫുള്ള് വീട്ടിലാണ്. ശരിക്കും പറഞ്ഞാൽ വൈഫിനല്ലേ ഹസ്ബൻഡിനെക്കാട്ടി കൂടുതൽ പണി അടുക്കളയിൽ. രാവിലെ ഉണർന്ന് രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ടല്ലേ ഈ വൈഫ് ഉറങ്ങുന്നത്. എന്നമ്മ പൊന്നമ്മ, പാല് തരുമമ്മ, നല്ലമ്മ, സ്നേഹമമ്മ, ക്ഷമയമ്മ, ഭൂമിയിൽ കാണപ്പെടുന്ന ദൈവമമ്മ എന്ന അമ്മയെപ്പറ്റി ഒരു ഇതുണ്ട്. ശരിക്കും പറഞ്ഞാൽ അമ്മയല്ലേ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത്. ഇനി വർക്ക് ചെയ്യുന്ന അമ്മയും കൂടെ ആണെന്നുണ്ടെങ്കിലോ തീർന്നു. കാരണം ഹസ്ബൻഡ്മാരെപ്പോഴും പത്രം വായിക്കുകയും ഫ്രണ്ടിരുന്ന് TV കാണുകയൊക്കെ എന്ത് ചെയ്യൂ. അതല്ല, അടുക്കളയിലോട്ട് പോകണം, ഹെൽപ്പ് ചെയ്യാനും പർച്ചേസ് ചെയ്യാനും ഇതൊക്കെ വെട്ടി ഞുറുക്കി കൊടുക്കാനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം. ആ കാര്യങ്ങളൊക്കെ നമ്മൾ യൂറോപ്യൻസിനെ നോക്കി പഠിക്കണം കേട്ടോ. അവർക്ക് ഇങ്ങനെയുള്ള വാല്യൂസൊക്കെ ഒത്തിരി കൂടും. അതെ ഇതാണ് ഹെൽപ്ഫുള്ളാണ്. അതാണ് രണ്ടുപേരും കൂടെ ചെയ്യുന്നത്. രണ്ടുപേരും കൂടെ. നമ്മളെ നാട്ടേ ഉള്ളെന്ത് ഇങ്ങനെ. കാരണം ഒറ്റയ്ക്കെന്ന് വെച്ചാൽ ഭർത്താവ് ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. പത്രമൊക്കെ വായിച്ച് TV ഒക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഭാര്യയാണെന്നുണ്ടെങ്കിൽ ഈക്വലി ജോലി ചെയ്യുന്ന ആളാണ്. അപ്പം ഞാൻ ഈ കുടുംബങ്ങളിൽ വഴക്കുണ്ടാക്കാൻ വേണ്ടി പറയുന്ന സാധനമല്ല. നമ്മൾ ഉടനെ പോയി വഴക്കൊന്നും തുടങ്ങരുത്. പക്ഷെ മെല്ലെ എന്ത് ചെയ്യണം, നമ്മുടെ മക്കളെയും ജീവിത പങ്കാളിയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതായത് നമ്മൾക്കിതൊരു കൊളാബറേഷനാണ്. അങ്ങനെ ആ ഒരു രീതിയിൽ ചെയ്യില്ല. അല്ലെങ്കിൽ ഒരാളങ്ങ് ബേർഡൻ ഇങ്ങനെ സഹിച്ച് നേരത്തെ മരിച്ചു പോലും എന്ത് ചെയ്യും, പോവും. കാരണം ഹെവി ബേർഡനായി പോവും, നമുക്ക് താങ്ങാൻ പറ്റാത്ത പോലെ. അപ്പം ഹ്യൂമനിസ്റ്റിക് ഫിലോസഫി ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്ന് നമുക്കിപ്പം ഒരു ഔട്ട്കമായിട്ട് പോസിറ്റീവ് സൈക്കോളജി വന്നിരിക്കുകയാണ്. ഈ 1998 മാർട്ടിൻ എന്ന് പറഞ്ഞ ഒരു സൈക്കോളജിസ്റ്റ് കേട്ടോ, മാർട്ടിൻ സെലിഗ്മാൻ, അദ്ദേഹം അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ്റെ പ്രസിഡൻ്റായി. അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ APA ഫോർമാറ്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് ഭയങ്കര പവർഫുൾ ഒരു സൈക്കോളജിക്കൽ ടീമാണ് APA. അതിൻ്റെ പ്രസിഡൻ്റായി. ഇദ്ദേഹം എന്തിൻ്റെ ആളാണ്? മാർട്ടിൻ സെലിഗ്മാൻ, SELIGMAN. അദ്ദേഹം ഈ പോസിറ്റീവ് സൈക്കോളജിയുടെ ആളാണ്. അദ്ദേഹം വന്നതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഭയങ്കര മൂവ്മെൻ്റായിട്ട് മാറിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നെഗറ്റീവായിട്ടുള്ള മെൻ്റലി ഇൽ ഹെൽത്തുള്ള ആളുകളെ മാത്രം നോക്കിയാൽ പോരാ, മെൻ്റലി സൗണ്ടായ ആളുകളെയും കൂടെ പഠിച്ച് അവരുടെ സാധനം കൂടെ എല്ലാവർക്കും ഷെയർ ചെയ്ത് ആളുകളെയെല്ലാം മെൻ്റലി സൗണ്ടാക്കണം. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ ഡെവലപ്ഡ് നേഷൻസിലെ ആളുകൾക്ക് കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് എന്താണ്, കൂടുതൽ ടോളറൻസാണ്. മറ്റ് കൾച്ചറുകളെയൊക്കെ എന്ത് ചെയ്യും, സ്വീകരിക്കും. അവരൊത്തിരി ട്രാവൽ ചെയ്യും.
കിട്ടുന്ന പൈസ സേവ് ചെയ്ത് അടുത്ത തലമുറയ്ക്ക് വേണ്ടി വെക്കുമല്ല, ലൈഫ് പ്ലസൻ്റ് ആക്കുകയാണ്, എൻജോയ് ചെയ്യുവാണ്. സേവ് ചെയ്യണമെന്നല്ല, പക്ഷെ നമുക്ക് എന്താണ് സേവിങ്ങേ ഉള്ളൂ. ഒരിക്കലും അച്ഛനും അമ്മയും ശംഖുമുഖത്ത് പോലും പോയി ഒന്നും എന്ത് ചെയ്യത്തില്ല, ഇരിക്കത്തില്ല ജീവിതകാലത്ത്. മൊത്തം എന്ത് ചെയ്ത് വെക്കുക, സേവ് ചെയ്ത് വെക്കുക. കഴിഞ്ഞ ദിവസം ഒരു പ്രഭാഷണത്തിൽ കേട്ടതുപോലെ ചാളയും മത്തിയും നെത്തോലിയും മാത്രമല്ലെന്ന്, നെയ്മീനും ശീലാവും ഒക്കെ ഉണ്ടെന്ന്. അതുമൊക്കെ വല്ലപ്പോഴും എങ്കിലും ഒന്ന് എന്ത് ചെയ്യണം, മേടിച്ച് കൂട്ടണമെന്നൊരു പ്രഭാഷണത്തിൽ കേട്ടു എന്ന് പറയുന്നില്ല. അപ്പം മാർട്ടിൻ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു വാതിൽ അങ്ങോട്ട് എന്ത് ചെയ്യാം, തുറക്കാം. അപ്പോൾ ആ വാതിലും കൂടെ തുറന്നാലേ സൈക്കോളജി എന്താവൂ, ബാലൻസ്ഡ് ആവൂ, കംപ്ലീറ്റ് ആവും. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കുകൾ അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ്ഫുൾനെസ്സും നമ്മുടെ വാല്യൂ സിസ്റ്റവും ക്വാളിറ്റി ഓഫ് ലൈഫും എല്ലാം നമ്മൾ ഗ്രാജ്വലായിട്ട് കൂട്ടിയെടുക്കണം. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അല്ലാതെ ഈ പണസമ്പാദനവും പവർ സമ്പാദനവും ഒന്നുമല്ല. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാജ്വലായിട്ട് നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി കൂട്ടിയെടുക്കുക. അതെങ്ങനെ കൂടണം? അദ്ദേഹം പറയുവാണ്, ഏറ്റവും ബേസ് ലെവലാണ് പ്ലസൻറ്റ് ലൈഫ്. എന്താണ് പ്ലസൻറ്റ് ലൈഫ്? പ്ലസൻറ്റ് ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിരിച്ച് സന്തോഷമായിട്ട് സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കി ആരെയും ഉപദ്രവിക്കാതെ ഇങ്ങനെ അങ്ങ് പോവുക. പിണക്കവും വഴക്കും ശത്രുതയൊന്നുമില്ല, പ്ലസൻ്റായിട്ട് പോകുന്നു, റെഡി, സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ. അതിനകത്തുനിന്ന് എങ്ങോട്ട് കയറണം? ഗുഡ് ലൈഫിലോട്ട് കയറണം. വെറും പ്ലസൻ്റായിട്ട് മാത്രം ജീവിച്ചാൽ പോരാ. ഗുഡ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മറ്റുള്ളവരുടെയും കൂടെ കാര്യം എന്ത് ചെയ്യുക, കരുതുക. നമ്മുടെ റൈറ്റ്സ് മാത്രമല്ല, മറ്റുള്ളവരുടെയും കൂടെ കാര്യം പ്ലസൻ്റ് ആക്കാനായിട്ടുള്ള, മെച്ചപ്പെടുത്താനായിട്ടുള്ള ഒരു ശ്രദ്ധാപൂർവമായ ഒരു ശ്രമം കൂടെ വരുമ്പോഴാണ് ഗുഡ്നെസ് ഉണ്ടാവുന്നത്, ഗുഡ് ലൈഫ് ഉണ്ടാകും. മറ്റേത് പ്ലസൻറ്റ് ലൈഫ് കൊള്ളാം, പക്ഷേ ഗുഡ് ലൈഫോ പ്ലസൻറ്റ് ലൈഫിനെക്കാട്ടിൽ വളരെ ഉയർന്നതാണ്. അപ്പോൾ പുള്ളി പറയുവാണ്, ഗുഡ് ലൈഫിലും നിൽക്കരുത്, ഗുഡ് ലൈഫിന് മുകളിലോട്ട് പോകണം. മഹാത്മാഗാന്ധിയെ പോലെ, APJ അബ്ദുൽ കലാമിനെ പോലെ, മദർ തെരേസയെ പോലെ നമ്മൾ മറ്റുള്ളവർക്കൊരു കുടയാവാനും ഒരു പുതപ്പാവാനും ഒരു ഷെൽട്ടർ ആവാനും വേണ്ടിയുള്ള ലെവലിലേക്ക് നമ്മുടെ ഹൃദയം വിശാലമാക്കണം. ഹൃദയം വിശാലമാക്കുന്നതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ ഹൃദയം വിശാലമായി മറ്റുള്ളവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ട്, നമ്മുടെ ജീവിതം ചെലവഴിച്ച് കളയാനായിട്ടുള്ള ഒരു കഴിവ്. ബോംബെയിലെ താജ് ഹോട്ടലിൽ നിന്നാണെന്ന് തോന്നുന്നു ഒരു ചെറുപ്പക്കാരൻ അവധിക്ക് തമിഴ്നാട്ടിലെ പുള്ളിയുടെ മധുരയിലാണെന്ന് എൻ്റെ ഓർമ്മ, വീട്ടിലോട്ടിങ്ങനെ പോകുന്ന വഴിക്ക് പുള്ളി നോക്കിയപ്പം ഒരു ഭിക്ഷക്കാരൻ മലം കഴിക്കുന്നു. മലം ഭക്ഷിക്കുക, ഒരു പൈപ്പിനകത്തിരുന്ന്, വലിയ പൈപ്പ്, വെള്ളത്തിൻ്റെ വാട്ടർ പൈപ്പിനകത്ത്, വീടൊന്നുമില്ല, അതിനകത്ത് കിടപ്പ്. ഒന്നും തിന്നാനില്ലാതെ പട്ടിണി കിടന്നോ, വയറെല്ലാം ചുട്ടി ചുക്കി ചുളുങ്ങി, ഒന്നും തിന്നാനില്ലാതെ പുള്ളി എന്ത് ചെയ്യുക, മലം. അപ്പോൾ അതിനകത്ത് ഇത് കണ്ട് വൊമിറ്റ് ചെയ്തു. വലിയ കുക്കാണ് പുള്ളി, 5 സ്റ്റാർ ഹോട്ടലിലെ കുക്കാണ്. അപ്പോൾ ഉടനെ പുള്ളി വൊമിറ്റ് ചെയ്തിട്ട് പുള്ളി ജോലി രാജിവെച്ചു. എന്നിട്ടിപ്പോൾ എന്ത് ചെയ്യുക, അവിടെ അവർക്ക് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റും ഉച്ചഭക്ഷണവും സപ്പറും കൊടുക്കുക, നല്ല വെജിറ്റേറിയൻ ഫുഡ്. പുള്ളിയെ പറ്റിയാണ് ഉസ്താദ് ഹോട്ടലിൽ പരാമർശിച്ചിരിക്കുന്നത്, കഥയല്ല, നടന്ന സംഭവമാണ്. വലിയൊരു നോബലായിട്ടുള്ള ഒത്തിരി അവാർഡുകളൊക്കെ കിട്ടി. സെൽഫ്ലെസ് ആയിട്ട് പുള്ളി എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു ചെറിയ നല്ല ഒരു കോസിന് വേണ്ടി ജീവിതം അങ്ങ് എന്ത് ചെയ്തു, സമർപ്പിച്ചു. മഹാത്മാഗാന്ധി മരിക്കാൻ പോലും തയ്യാറാണ്. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാനിലൊക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പം ഈ സ്വാതന്ത്ര്യ സമര സമയത്ത് പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിലൊക്കെ മഹാത്മാഗാന്ധി ഇറങ്ങി നടക്കുക. കൊല്ലുന്നെങ്കിൽ എന്നെ എന്ത് ചെയ്യട്ടെ, കൊല്ലട്ടെ. മഹാത്മാഗാന്ധി നടന്നു പോകുന്ന സ്ഥലങ്ങളിലെല്ലാം സമാധാനം, എല്ലായുധമായ ആളുകൾ ആയുധങ്ങൾ താഴെ വയ്ക്കുന്നു. മഹാത്മജി പറയുമ്പം ജാതി മത ഭേദമന്യേ എല്ലാവരും എന്ത് ചെയ്യുന്നു, ആയുധം തറയിൽ വയ്ക്കുക. അപ്പോൾ അതുപോലെ മദർ തെരേസ വിദേശത്ത് കിടന്ന നല്ല മിടുമിടുക്കിയായ ഒരു പെൺകുട്ടി കൽക്കട്ടയിൽ വന്ന് മരിക്കാൻ പോലും പ്രായമായി കിടക്കുന്ന ദേഹമൊക്കെ അഴുകുകയും പുഴുത്തു പോവുകയൊക്കെ ചെയ്ത ആളുകളെയൊക്കെ അവരെ ശുശ്രൂഷിച്ച് അവർക്ക് നല്ല മരണം കൊടുക്കുന്ന ഒരു പ്രവൃത്തി. അപ്പോൾ ഇങ്ങനെ ഒരു ലൈഫിലോട്ട്, മീനിങ് ഫുൾ ലൈഫിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, കയറണം. ആത്യന്തികമായി പോസിറ്റീവ് സൈക്കോളജിയുടെ ഏറ്റവും വലിയ ബെനിഫിഷ്യറി ആരാണെന്നറിയാം? പോസിറ്റീവ് സൈക്കോളജി പഠിപ്പിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ അവരുടെ ജീവിത പങ്കാളിക്കും മക്കൾക്കുമായിരിക്കും അതിൻ്റെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത്. അപ്പം ഒരു പോസിറ്റീവ് സൈക്കോളജിയുടെ പ്രിൻസിപ്പിൾസ് ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്ന ടീച്ചേഴ്സായിട്ട് നമ്മൾ മാറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സായിട്ട് മാറാനായിട്ട് പറ്റും. പക്ഷേ അതിനകത്ത് കളങ്കമില്ലാത്ത, കള്ളമില്ലാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രവർത്തിക്കണം. നമുക്കിത് അഭിനയിച്ചാൽ പോരാ, ശരിക്കും നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യണം, ഈ പാഷൻ വരണം. അഭിനയിക്കാൻ നമുക്ക് പറ്റും, പക്ഷേ അഭിനയമല്ല, ശരിക്കും നമ്മുടെ ഉള്ളിൽ നിന്ന്. തേവ്ലാസ് കോളേജിൽ ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് എങ്ങനെ അടുത്ത ലെവലിലോട്ട് എല്ലാവരെയും കൊണ്ടുവരാം.
അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, അതിനുവേണ്ടി ഞാൻ എത്ര ദൂരം വേണേലും നമുക്ക് എന്ത് ചെയ്യാം, പോവാം, സഞ്ചരിക്കാം. ഇത് നമ്മുടെ ഒരു ഡിറ്റർമിനേഷൻ നമ്മൾ കൊണ്ടുവരണം. ഇങ്ങനെ കൊണ്ടുവന്ന് ഇതൊരു അഭിനയമായിട്ട് ആവരുത്, ശരിക്കും നമ്മുടെ ഉള്ളിൽ നിന്ന് ഇത് വരണം. അങ്ങനെ വരുമ്പോൾ എന്താണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളായിരിക്കുന്ന അവസ്ഥയെല്ലാം മാറും. ഓരോ സ്ഥലം കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളാണ്, കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളിൽ പോസിറ്റിവിറ്റി വരും. അപ്പോൾ അതെന്ത് ചെയ്യും, അടുത്തടുത്ത സ്ഥലങ്ങളിലോട്ട് ഇങ്ങനെ എന്ത് ചെയ്യും, ആ വൈബ്രേഷൻസ് ഇങ്ങനെ പോകും. അതുകൊണ്ട് പോസിറ്റീവ് സൈക്കോളജി വലിയ മാറ്റങ്ങൾക്കാണ് എന്ത് ചെയ്യുന്നത്, ലോകത്ത് തുടക്കം കുറിക്കാൻ വേണ്ടി പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഫൊർഗീവ് ചെയ്യാനൊക്കെ ആളുകൾക്ക് പറ്റും. സ്വന്തം അപ്പനെ കാറിടിച്ച് തന്ന കഥാപാത്രം അപ്പോൾ മദ്യപിച്ച് കാറോടിച്ച് വന്ന് അപ്പനെ ഇടിച്ച് കൊന്നു. അപ്പോൾ ഈ പയ്യന് കുറേ നാളുകൾക്ക് ശേഷം ആ കൊലപാതകയെ എന്ത് ചെയ്യാണ്, കാണുകയാണ്. സഹിക്കാൻ പറ്റുന്നില്ല പക്ഷേ പുള്ളിക്ക് വേദന. പക്ഷെ പുള്ളിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഫൊർഗീവ് ചെയ്യാൻ പറ്റുന്നു. ഇത് റിയൽ ഇൻസിഡൻ്റാണ് കേട്ടോ, റിയൽ ഇൻസിഡൻ്റാണ്. പണ്ട് കൊച്ചായിരുന്ന സമയത്ത് അപ്പനെ മദ്യപിച്ച് കാറടിച്ച് വന്ന ഒരു കഥാപാത്രത്തിന് ഈ കൊച്ച് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് മറ്റേ ആളെ എന്ത് ചെയ്തു, കണ്ട്. പക്ഷെ അയാളുടെ ജീവിതമൊക്കെ ഇങ്ങനെ തുറന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾക്ക് മനസ്സമാധാനം കിട്ടുന്നില്ല. അപ്പോൾ അയാൾക്ക് ആരുടെങ്കിലും പറയണം, അത് ഇയാളെ ആണ് അവസാനം കിട്ടിയത്. പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കാണ് പുള്ളി ഇരുന്ന് കരയുക. കാരണം പുള്ളിയുടെ അപ്പന് റോഡ് സൈഡിൽ നിന്ന് ആ സ്ഥലത്ത് നിന്ന് നിലവിളിച്ച സംഭവങ്ങളെല്ലാം പുള്ളി ഇങ്ങനെ എന്ത് ചെയ്യുക, ഓർക്കുക. അപ്പം അങ്ങനെ നമുക്കൊരു പോസിബിലിറ്റി ഉണ്ട്. നമുക്ക് എന്താണ്, നമുക്കൊരു മുറിവ് അല്ല ഈ ലോകത്ത് എന്തുവാ, ഒത്തിരി മനുഷ്യർ ഊണ്ടട. ഇതാണ് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഇവിടെ ഒരു അടിയടിക്ക്, ചെറിയൊരു അടിയടിക്ക്, എനിക്ക് നൊന്തോ ഇല്ല, എനിക്ക് നൊന്നില്ല. എൻ്റെ ആത്മസുഹൃത്താണ് എന്നെ അടിച്ചേക്കുന്നത്, എനിക്ക് നോവത്തില്ല. പക്ഷെ ഇവിടെ ഒരു പരുവ് ഉണ്ടായിരുന്നെങ്കിലോ, ഇവിടെ നല്ലൊരു പരുവുണ്ട്, ഇങ്ങനെ പഴുത്ത് ഇങ്ങനെ ഇരിക്കും, ഉണ്ടായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്തുവാ ജോജു എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു അടി അടിച്ചാട്ടി എൻ്റെ അമ്മോ എന്ന് പറഞ്ഞ് ഞാൻ ഭയങ്കര നിലവിളിക്കും. കാരണം ഓൾറെഡി എന്ത് ചെയ്തിരിക്കുക, മുറിവകത്തുള്ളവരെ തൊട്ട ഉടനെ അവരെന്ത് ചെയ്യും, പൊട്ടിത്തെറിക്കാം. ഈ റിയാക്ഷൻ അല്ല, ഈ മുറിവിൻ്റെ സാധനമാണ് റിയാക്ഷനായിട്ട് വരുന്നത്. ഞാൻ ഒരു 10 തെറിയൊക്കെ തിരിച്ചങ്ങ് വിളിക്കാമെന്ന് വിചാരിച്ചു. ഇനി ഈ അടിയുടെ മറുപടി ഈ തെറിയാണോ? അല്ല. കാരണം ഈ അകത്തിരുന്ന മുഴയുടെ വേദനയാണ് എന്തായിട്ട് മാറിയത്, അസഭ്യമായിട്ട് മാറി. അങ്ങനെ നമ്മുടെ ജീവിതയാത്രയിൽ വൂണ്ടഡായിട്ടുള്ള ആളുകളുണ്ട്. നമുക്ക് വൂണ്ടഡ് അല്ലാത്ത ആളുകൾ ഈ ലോകത്തിലുണ്ടോ? ഇല്ല. എല്ലാവർക്കും വൂണ്ട്സ് ഉണ്ട്. കുഞ്ഞുനാൾ മുതലേ നമുക്ക് പല 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 മുറിവുകളുണ്ട്. പക്ഷേ നമ്മൾ ആ മുറിവ് ഹീലാക്കി കഴിഞ്ഞാൽ നമ്മളൊരു ബ്ലെസ്സിങ് ആവും. ഇനി ഹീലായില്ലെങ്കിലോ നമ്മളെല്ലാവരെയും മുറിപ്പെടുത്തിക്കൊണ്ടിങ്ങനെ എന്ത് ചെയ്യും, മുറിപ്പെടുത്തിക്കൊണ്ടിങ്ങനെ പോകും. അപ്പം ഹീൽഡ് ആയില്ലെങ്കിലോ, ആയാൽ നമുക്കെന്താണ്, നമുക്ക് ആ മൊമെൻറ്റിൽ നിന്ന് നമുക്ക് ഈ മുറിവ് പറ്റിയ ഒരാളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹീൽ ചെയ്യാൻ പറ്റും. ഒരു ട്രെയിൻ യാത്രയിൽ ഒരാളിങ്ങനെ എന്ത് ചെയ്യുക, ഒരാളിങ്ങനെ നിൽക്കുക. അപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി പ്രായമുള്ള ഒരാളാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ 4 പേര് ഇരിപ്പുണ്ട്. ആ 4 പേരൊന്ന് ഞെരുങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ ഈ 5ാമത്തെ മറ്റേ ആളെയും കൂടെ എന്ത് ചെയ്യാം, ഇരുത്താം. അപ്പോൾ കുറേ നേരമായിട്ട് ഇയാൾ കാലൊക്കെ ഇങ്ങനെ വീതിയാക്കി വെച്ച് മറ്റേ ആളെ കൊന്നാലും എന്ത് ചെയ്യൂല, ഇരുത്തൂല. അപ്പോൾ ഇങ്ങനെ നിൽക്കുക. ഉടനെ ഇങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പുറത്തിരുന്ന ആൾ രഹസ്യമായിട്ട് ഇയാളെടുത്ത് പറഞ്ഞു, സാറേ ഇച്ചിരി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ആ പാവം പുള്ളിക്കും കൂടി ഇരിക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ഇത് പുള്ളി പറയാ, ഇന്നലെ ഞാനായിരുന്നു അവിടെ നിന്നതെന്ന്. അപ്പോൾ ഇന്നലെ ഇതുപോലെ സംഭവിച്ച് 4 പേരിരിക്കുക, ഇയാൾ നിൽക്കുക. അയാൾ മനസ്സുകൊണ്ട് ആലോചിച്ച് ഇവരിത്തിരി 4 പേരുടെ സീറ്റാണ്, എങ്കിലും ഇച്ചിരി ഒന്ന് ഒതുങ്ങി തന്നായിരുന്നു എനിക്കൂടെ എന്ത് ചെയ്യാമായിരുന്നു, ഇരിക്കാമായിരുന്നോ? ഉടനെ ഏതാ ഒരു ചെറിയൊരു റിപ്പർ വരിക, ഒരു ചെറിയൊരു സൈക്കോപാത്ത് വരുവാണ് അവിടെ. ഉടനെ എന്ത് സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റിവെഞ്ച് ഫീലിംഗ് ഇന്നലത്തെ കിടക്കുക. ഉടനെ ഇയാൾ പറയുമോ, ഇന്നലെ ഞാനാണ് നിന്നത്, എനിക്ക് ആരും എന്ത് ചെയ്തില്ല, ശരി ഞാൻ ചോദിച്ചു ഇച്ചിരി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ സീറ്റ് ഇല്ലേ ഞങ്ങളെ ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ഇരിക്കുക. അയാൾക്ക് സീറ്റ് കൊടുത്തില്ല. ഉടനെ മറ്റേ ഓപ്പോസിറ്റിൽ നിന്ന് ഒരാൾ പറഞ്ഞു, ഫ്രണ്ടേ നാളെ ഇതേ ട്രെയിനിനകത്ത് വീണ്ടും ഒരു സമയത്ത് യാത്ര ചെയ്യുമ്പം ഈ ഇരിക്കുന്ന 4 പേരിൽ ഒരാളായിരിക്കും വേറൊരാൾ, ഈ ഇരിക്കുന്ന ഒരാളായിരിക്കും ഇയാൾ സീറ്റ് ഇരിക്കും. വേറൊരാൾ എന്ത് കാണും, നിൽക്കാനും കാണും. അയാളും എന്ത് കൊടുക്കില്ല, സീറ്റ് കൊടുക്കും. അതിൻ്റെ അടുത്ത ദിവസം എന്ത് ചെയ്യും, ആ നിന്ന ആൾക്ക് എന്ത് കിട്ടും, സീറ്റ് കിട്ടും. അന്ന് വേറൊരു പാവത്താൻ അടുത്ത ദിവസം വന്ന് എന്ത് ചെയ്യും, നിൽക്കും. അവനും ഇവനെന്ത് ചെയ്യൂല, ഇപ്പോൾ സീറ്റ് കൊടുക്കില്ല. നമുക്കിത് ലോകാവസാനത്തോളം തുടരുന്നതിന് പകരം നമുക്ക് ഇന്നൊരു ചെറിയൊരു വിട്ടുവീഴ്ച നമ്മളൊന്ന് കാണിച്ച് ചെറുതായിട്ടൊന്ന് ഒതുങ്ങി ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അയാളും കൂടി എന്തിരിക്കും, നാളെ എന്ത് ചെയ്യും,
നാളെ വേറൊരാൾ വരുമ്പം ഇയാൾ ഇരിക്കുന്ന ഇയാളും ഒതുങ്ങിക്കൊടുക്കും. അങ്ങനെ ഒരു പോസിറ്റിവിറ്റിയുടെ ഒരു ചെയിൻ, ഒരു ആറ്റം ബോംബ് നമുക്ക് ഇന്ന് എക്സ്പ്ലോഡ് ചെയ്യിച്ചൂടെ? ആ പഴയ നെഗറ്റീവ് സാധനം ഇങ്ങനെ എക്സ്പ്ലോഡ് ചെയ്യിക്കുന്നതിന് പകരം എന്ന് ചോദിച്ച ഒരു സംഭവം ഞാൻ പറയുവാണ്. റെയിൽവേ സ്റ്റേഷനിൽ കയറിയത് വടകരയിൽ. അപ്പോൾ ഞാൻ കോഴിക്കോട് കഴിഞ്ഞ് കുറ്റിപ്പുറം ആ സ്ഥലത്തെത്തിയപ്പോൾ എനിക്ക് ഇങ്ങോളം സീറ്റ് കിട്ടി എന്നുള്ളൊരു ഇതിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഒരു ഓൾഡായിട്ടുള്ള ഒരു അമ്മയും ഒരു ഏജുണ്ട്, ഒരു 70 വയസ്സോളം. പക്ഷേ ബാക്കി ആരും ഞാൻ ശ്രദ്ധിച്ച് ആരും എഴുന്നു കൊടുക്കുന്നില്ല. എനിക്ക് തോന്നുന്നു പാവത്തിനെന്തോ കാലുവേദനയൊക്കെ ഉണ്ട്. അപ്പോൾ കൂടെ ഒരു കുട്ടിയുണ്ട്, മകളാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ കണ്ട ഉടനെ തന്നെ എനിക്ക് തിരുവനന്തപുരം വരെ സീറ്റ് കിട്ടിയതാണ്. എന്നാലും കുഴപ്പമില്ല, എൻ്റെ നഷ്ടപ്പെട്ടാലും ഇല്ല, ഞാൻ എൻ്റെ സീറ്റ് മാറിക്കൊടുത്ത് അവിടെ ഇരുത്തി. അപ്പോൾ ഞാൻ ഇതേപോലെ സാറ് പറഞ്ഞ പോലെ ഇതിൻ്റെ അറ്റത്തിരിക്കുന്ന ഒരു കക്ഷിയുണ്ട്, ഒരു മലയാളി മലയാളി ലുക്കല്ല, പക്ഷെ മലയാളം നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു സാറേ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് എല്ലാവർക്കും, അമ്മക്ക് ഓൾറെഡി ഞാൻ സീറ്റ് കൊടുത്ത്, പക്ഷെ എനിക്കും കൂടി ഇരിക്കാമല്ലോ, കുറച്ചൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇങ്ങനെ ചെയ്തുകൂടെയെന്ന് ചോദിച്ചു. അയാൾ ഇല്ല എനിക്കത് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അയാളെ നിലപാട് പറഞ്ഞു. പക്ഷേ എനിക്കത് കുഴപ്പമില്ല, ഞാനത് ഹാപ്പിയായി നിന്ന്. ഞാനൊരു NCC കാഡറ്റ് ആയിരുന്നു മുമ്പ് ഡിഗ്രി പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ഞാൻ ആലോചിച്ച സാറിപ്പോൾ പറഞ്ഞ പോലെ ഞാനൊരു NCC കാഡറ്റാണ്, എനിക്കെന്തുകൊണ്ട് നിന്നൂടെ, എനിക്കതിനുള്ള ആരോഗ്യം ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാഹ് എറണാകുളം എത്തിയപ്പോൾ ഈ കക്ഷി തന്നെ എഴുന്നേറ്റ് പോയി എനിക്ക് അവിടെ സീറ്റ് കിട്ടി. അപ്പോൾ അതാണ് പോസിറ്റീവായിട്ട് ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അപ്പോൾ അമ്മ എന്നോട് തിരുവനന്തപുരം വരെ അമ്മ ഉണ്ടായിരുന്നു. ഇറങ്ങുമ്പോൾ മോനെ ഇങ്ങനെ എന്നെ പിടിച്ച് നല്ലത് വരുന്നുള്ള ആ രീതിയിൽ സ്നേഹം തന്നിട്ട് പോയി. അതെനിക്കൊരു വലിയൊരു ഇന്ന് മോർണിംഗ് ഉണ്ടായ ഒരു അനുഭവം ഉണ്ടായി. നമ്മുടെ ജീവിതയാത്രയിൽ നമുക്കങ്ങനെ പോസിറ്റിവിറ്റിയുടെ, പോസിറ്റീവ് വൈബിൻ്റെ ഒരു എക്സ്പ്ലോഷന് നമ്മുടെ ജീവിതയാത്രയിൽ കിട്ടുന്ന സാഹചര്യങ്ങളിൽ, അവസരങ്ങളിലെല്ലാം തുടക്കം കുറിക്കാം. അതിന് നമുക്ക് ആർജവത്തോടുകൂടെ മുന്നോട്ട് പോകാം. താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് എല്ലാം. താങ്ക് യു.